നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ സന്യാസ ജീവിതത്തിലേക്ക് വന്ന് ജീവിതം ഈശോയ്ക്ക് കൊടുത്ത് സഭയുടെ വിവിധ സേവന മേഖലകളിലൊക്കെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്തും നമ്മുടെ വീട്ടിൽ നമ്മൾ വളർന്ന ഒരു സാഹചര്യം അല്ലേ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളായി മക്കളെ വളർത്തിയ മാതാപിതാക്കൾ അവരൊരു താളം, ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു താളം ഈ മക്കളിലേക്ക് പിന്നെ ഒരു ജനിതക പുണ്യമായിട്ട് പകർന്നു തരുന്നുണ്ട് അല്ലേ. അപ്പം ആ താളവും ഈണവും ഒക്കെ മനസ്സിലുണ്ട്. അത് നമ്മുടെ പിന്നെ നമ്മുടെ കുരിശുവരയുടെ സമയത്ത്, സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഒരുമിച്ചിരുന്ന് പാടി. എല്ലാ വീട്ടിലും പാട്ടുകൾ പാടുന്നു. എല്ലാ കാരണവന്മാരും പാട്ടുകാരൊന്നുമല്ല, പക്ഷെ എല്ലാവരും പാട്ട് പാടും അല്ലേ. അപ്പം ഹൈറേഞ്ചിന്റെ ഒരു കൾച്ചർ ആണെന്ന് തോന്നുന്നു. എല്ലാ വീട്ടിലും ഹൈറേഞ്ചിന്റെ മാത്രമല്ല എല്ലാ കുരിശുവരെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പാട്ടുകൾ എല്ലാവരും കൂടെ പാട്ട് പാടും. ലിൻസറാണി ഏതാണ് ഓർത്തിരിക്കുന്നത്? അങ്ങനെ നമ്മുടെ ചാച്ചൻ ഏറ്റവും ചെറുപ്പം തൊട്ട് പാടി തന്ന പാട്ട് ഏതാണ്? ഞങ്ങള് സാധാരണ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിത്യസഹായ മാതാവ് എന്നുള്ള പാട്ടാ. ആ പാട്ട് പാടിയാണ് നമ്മള് ആ പാട്ടിന്റെ നാലുപേരും കൂടെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. നിത്യസഹായ മാതേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. ഈ ഈണത്തിൽ അലിഞ്ഞതാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. മാതാവിനോടുള്ള ഈ ഒരു ഭക്തി, നമ്മുടെ ശനിയാഴ്ചത്തെ നവനാൾ പ്രാർത്ഥനയ്ക്കുള്ള യാത്ര. അപ്പൊ ഈ പറയുന്ന തോപ്രാങ്കുടിയുടെ അങ്ങേ കുഴിന്ന് ആ കുന്നു കയറി വരണ്ടായിരുന്നോ? എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പോകുമായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ മരിയ ഗ്രോത്തി സ്കൂളിലാണ്. ഞാൻ LP സെക്ഷൻ പഠിച്ചത്. അപ്പൊ അന്ന് തൊട്ട് അവിടുത്തെ അതുകൊണ്ട് സ്കൂളിലും സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫോർമേഷൻ ഉണ്ടായിരുന്നു. അവിടെ മത്സരങ്ങൾക്കും ഒക്കെ കൊണ്ടുപോകാനും പറഞ്ഞു തരാനും ഒക്കെ കൂടുതൽ സമയം ഞാൻ സിസ്റ്റേഴ്സിന്റെ കൂടെയായിരുന്നു ചെലവഴിച്ചിരുന്നത്. ആണല്ലേ. ഈ മാതൃഭക്തിയിൽ വളരാനായിട്ട് ഈ പറഞ്ഞ കുടുംബ പ്രാർത്ഥന എത്രമാത്രം സഹായിച്ചു? പിന്നീട് മാതാവിന്റെ തന്നെ നാമധേയത്തിലുള്ള കർമ്മലിത്ത പാരമ്പര്യമുള്ള CMC സന്യാസ സമൂഹം തിരഞ്ഞെടുക്കാനും ഒക്കെ ഈ നിത്യസഹായ മാതാവിന്റെ ആ ഈണം വലിച്ചുകൊണ്ട് വന്നോ? തീർച്ചയായിട്ടും അച്ഛാ. അത് കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മച്ചിയെ ഞാൻ നന്നായി ഓർക്കുന്നത്. അമ്മച്ചിയുടെ പേരെന്താണ്? അമ്മച്ചി മറിയക്കുട്ടി. മറിയക്കുട്ടി പാടുവോ? മറിയക്കുട്ടി പാടുകയല്ല, മറിയക്കുട്ടി പാടിക്കും. മറിയക്കുട്ടിയുടെ പാട് പീഡകളാണ് മറിയക്കുട്ടി പാടില്ല, പക്ഷെ മറിയക്കുട്ടി ഭയങ്കര ഭക്തയാണ്. വളരെ ചാച്ചനിങ്ങനെ നല്ല ഇവർ രണ്ട് വ്യത്യസ്തമായ ഇതിലാണ്. ചാച്ചനിങ്ങനെ ഒരു എന്താ പറയുക അപ്പൻ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ലെവലിലായിരുന്നെങ്കിൽ അമ്മ വളരെ സൈലൻ്റ് ആണ്. അങ്ങനെ ചിട്ടയിലും ക്രമത്തിലും ഒക്കെ വളർത്തുന്ന ഒരു പഴയ അമ്മച്ചി. അപ്പം അമ്മ നന്നായി പ്രാർത്ഥിക്കും. പ്രാർത്ഥന അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഇതായിരുന്നു. അപ്പം രാവിലെ ഏറ്റിരുത്തി ഞങ്ങളെ എല്ലാവരെയും കൂട്ടി പ്രാർത്ഥിപ്പിക്കുന്ന ഒരു ശീലമൊക്കെ അങ്ങനെ അമ്മയാണ് തന്നത്. അപ്പം അമ്മയുടെ ആ മാതൃഭക്തിയാണ് എനിക്ക് കൂടുതലായിട്ടും ഈ മാതാവ് എന്നാ പറഞ്ഞാലും അമ്മ പറയും എത്രയും നല്ല മാതാവ് ചെല്ല്, എത്രയും നല്ല മാതാവ് ചെല്ല്. അപ്പം നമുക്ക് അത് എപ്പോഴും അങ്ങനെ നമ്മുടെ അടുത്ത് വരുന്നവരോട് നമുക്ക് പറയാൻ തോന്നും ആ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ. നമ്മുടെ ഹൈറേഞ്ചിലെ അമ്മമാരുടെ ഏക പ്രാർത്ഥന എന്ന് പറയുന്നത് എത്രയും നല്ല മാതാവാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങള് എങ്ങോട്ടേലും യാത്ര പുറപ്പെടാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തുടങ്ങുകയാണ് എത്രയും നല്ല മാതാവേ തുടങ്ങുവാണ് അല്ലേ. എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥനയാണ്. അപ്പം നമ്മുടെ മറിയക്കുട്ടിയിൽ നിന്നുമാണ് ഈ ഒരു മാതൃഭക്തിയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അതെ.